ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷം കൊണ്ട് കായ്ക്കെന്ന് പറഞ്ഞ് ഒരു പ്ലാവാണ് കേട്ടോ. പക്ഷേ നമ്മൾ മേടിച്ച് വെച്ച് ഏകദേശം 3.5 വർഷമായി. എല്ലാ വർഷവും നമുക്ക് പ്ലാവിൽ എന്താ കള്ളച്ചക്ക എന്ന് പറഞ്ഞില്ലേ, കള്ളച്ചക്ക കുഞ്ഞു ചക്കകൾ കായ്ക്കാറുണ്ട്. പക്ഷെ ഒന്നുപോലും പിടിക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വർഷം ഒരു ചക്ക ഇങ്ങനെ വലുതായിട്ട് നിൽപ്പുണ്ട്. അത് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇനി മഴയാണ്, കാറ്റാണ്, കാറ്റത്ത് വീഴുമോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും വിളഞ്ഞ് കിട്ടുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പ്ലാവ് മുറിച്ചായിരുന്നേ. ഈ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ 1 വർഷത്തിൽ കായ്ക്കുമെന്നാണ്. പക്ഷെ കായ്ഫലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വലുതായിട്ടൊന്നും വരുന്നില്ല, കുഞ്ഞിലേ അങ്ങ് ഇല്ലാണ്ടായി പോവുകയാണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുറച്ച് 1 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞതും 2 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികളെല്ലാം മരങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കേട്ടോ വിചാരിച്ചേ. അപ്പോൾ ഈ സപ്പോട്ട 1 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷെ കായ്ഫലം ഉണ്ടെങ്കിലും അത് കുഞ്ഞിലേ അങ്ങ് പോവാണ്. പിന്നെ ഈ ഒരു ജാമ്പയ്ക്ക ഇതിപ്പുണ്ട്, നാടൻ ജാമ്പയ്ക്കയാണ് കേട്ടോ. ഇത് ഒത്തിരി കായ കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞ് 1 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞ് അതുപോലെ 3-4 വട്ടം നമുക്ക് കായ്ഫലം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞ് ജാമ്പയാണേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇതിൽ നിൽക്കുന്നത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ ഇതുവരെ പക്ഷെ കായ്ച്ചില്ല. ഇത് വീണ് കിളുത്തയാണേ, ഒരു കുരു താഴെ വീണ് കിളുത്തയാണ്. അപ്പോൾ മേടിച്ച് വെച്ചത് നിപ്പുണ്ട്, നാടനും നിപ്പുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊന്നും കായ്ക്കാൻ വഴിയില്ല. കാരണം 3 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞായിരുന്നു, അതങ്ങനെ വാങ്ങിച്ചു വെച്ചാണ്. അതുപോലെയാണ് ഈ മാവും 3 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ പൂക്കുന്നുണ്ട്, ഒന്നും കായ്ക്കുന്നില്ല. അതിന് ഈ പ്രത്യേകം വളങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യണമെന്നറിയില്ല. ഇത്രയും ഹൈറ്റേ ഉള്ളൂ. ഹൈറ്റ് അധികം വെക്കുന്ന ടൈപ്പ് മാവല്ല കേട്ടോ, ഹൈറ്റ് കുറഞ്ഞതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കായ്ഫലം കിട്ടുന്ന ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പേരയാണ് കേട്ടോ. നമ്മുടെ 1 വർഷത്ത് നമ്മൾ ആ കായ്ഫലത്തോടെ തന്നെയാണ് ഒരു പേരയ്ക്ക് നിന്നപ്പം അതോടെയാണ് നമ്മൾ മേടിച്ചത്. അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല, നിറച്ച് പേരയ്ക്കയാണ് എല്ലാ വർഷവും. പേരയിൽ നിറച്ച് ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊമ്പും ചാഞ്ഞ്, ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുപോലെ കൊലക്കുത്തി കായ്ക്കെന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ പേരയ്ക്ക് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ നമ്മൾ അടുത്ത് തീർന്നായിരുന്നു. പിന്നെ തെങ്ങ് 3 വർഷത്തിൽ കായ്ക്കെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചതാണ്.